നോക്കൂ മുഅ്മിനീങ്ങളെ, മലപ്പുറത്ത് അറിയപ്പെട്ട പണ്ഡിതനാ കോട്ടക്കലെ തേനു മുസ്ലിയാർ. ഇതോടുകൂടി നമ്മൾ ഇന്ന് പിരിയാൻ പോവാ. മറ്റൊരിക്കൽ ഇൻഷാ അല്ലാഹ് നാട്ടിൽ വെച്ച് നമുക്ക് കാണാനും സംസാരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മലബാർ കണ്ട സാത്വികനായ പണ്ഡിത പ്രതിഭാശാലിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നായകനാ തേനു മുസ്ലിയാർ. ഇന്ത്യനൂരിലാ അദ്ദേഹത്തിന്റെ വീട്. 5 കിലോമീറ്ററാ കോട്ടക്കലേക്ക്. ഇന്ത്യനൂരിൽ നിന്ന് അദ്ദേഹം ഇറച്ചി വാങ്ങാൻ വേണ്ടി ഒരു മധ്യാഹ്നത്തിൽ നടന്നു വരികയാണ്. 5 കിലോമീറ്റർ കോട്ടക്കൽ അങ്ങാടിയിൽ വന്നിട്ട് ഇറച്ചി വാങ്ങിയിട്ട് ഒരു മസാല കടയുടെ മുന്നിൽ അത് വെച്ചു. എന്നിട്ട് അവിടുന്ന് മല്ലിയും മുളകും മസാല വാങ്ങി അവിടെയുള്ളവരോട് വർത്തമാനം പറഞ്ഞു. പിന്നെ ആ പൊതിയുമായി തിരിച്ചു മടങ്ങി ഇന്ത്യനൂരിലേക്ക്. എത്ര കിലോമീറ്ററായി? എത്ര? 5 അങ്ങോട്ടും 5 ഇങ്ങോട്ടും 15 10 കിലോമീറ്ററായി. ഇന്നത്തെ മാതിരി വാഹന ഗതാഗതമില്ലാത്ത നാട്. നോക്കൂ മുഅ്മിനീങ്ങളെ, ഭാര്യയുടെ അടുത്തേക്ക് ഈ സഞ്ചിയിൽ നിന്ന് ഇറച്ചിപ്പൊതി എടുത്തിട്ട് നീട്ടിയ തേനു മുസ്ലിയാർ അദ്ദേഹത്തിന്റെ കണ്ണൊന്ന് തിളങ്ങി. പിന്നെ പറഞ്ഞു, പെണ്ണേ പെണ്ണേ പറ്റിപ്പോയല്ലോ പറ്റിപ്പോയല്ലോ പെണ്ണേ. ഇറച്ചിപ്പൊതി തിരിച്ചു വാങ്ങി ഒരിറക്ക് വെള്ളം കുടിക്കാതെ വയോവൃദ്ധനായ സമസ്തയുടെ സാത്വിക പണ്ഡിത പ്രതിഭാശാലി തിരിച്ചു മടങ്ങുകയാ. 15ാമത്തെ കിലോമീറ്റർ കോട്ടക്കലങ്ങാടിയിലേക്ക്. മുഅ്മിനേ, നമ്മുടെ സ്വാഭാവികമായ ചിന്തയിൽ വരുന്നത് പൊതി മാറിപ്പോയതാ, അല്ല അല്ല. പൈസ കൊടുക്കാൻ മറന്നതാ, അല്ല അല്ല. എന്തെങ്കിലും അവിടെ മറന്നു വെച്ചതാ, അല്ല അല്ല. നമ്മുടെ സങ്കല്പത്തിൽ വരാത്ത ഒന്നിനു വേണ്ടി തിരിച്ചു മടങ്ങി തേനു മുസ്ലിയാർ. ഇതല്ല സംഭവം. ആ കടത്തിണ്ണയിൽ വന്നിട്ട് തേനു മുസ്ലിയാർ കരയുകയാണ്. ഉമ്മയെ കാണാതെ നിലവിളിക്കുന്ന കുഞ്ഞിന്റെ സഹജമായ ബോധത്തോടെ തേനു നിന്ന് കരയുമ്പോ അറിയുന്ന ആളുകൾ ചോദിച്ചു, മലബാറിലെ പ്രഗൽഭനായ ആലിമ് കരയുന്നത് കണ്ടിട്ട്, ഉസ്താദേ എന്തിനാങ്ങൾ ഈ കരയണത്, എന്തിനാണ് കരയണത്? തേനു മുസ്ലിയാർ മറുപടി പറഞ്ഞില്ല. സെഞ്ചിയിൽ നിന്ന് പൊതിയഴിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് അതങ്ങ് തട്ടി, കൈകൊണ്ടിങ്ങനെ തട്ടി. എന്നിട്ട് മേശപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് ആ വലിയ പണ്ഡിതൻ പറഞ്ഞു, കണ്ടില്ലേ കണ്ടില്ലേ നിങ്ങൾ? ഒരു നോക്കുമ്പോ കണ്ടതെന്താ? 5ഓ 6ഓ ചോണനുറുമ്പുകള് ഈ പൊതിയിൽ നിന്ന് നിലത്ത് വീണ് മേശയുടെ മുകളിലൂടെ നടന്നു പോകുന്നതാ. അവരെ ചൂണ്ടിയിട്ട് തേനു പറഞ്ഞതെന്താ? കണ്ടോ, ഇതാണ് കാരണം. ഈ പൊതിയിൽ ഇവിടെ വെച്ചപ്പോ ഇവിടെ നിന്നാണ് ഉറുമ്പുകൾ ഇതിൽ കയറിയത്. ഞാൻ കണ്ടിട്ടില്ല. ഇവര് വീട്ടിലേക്ക് തിരിച്ചു പോകും. ഞാൻ എന്റെ നാട്ടിൽ ഇത് കൊണ്ടുപോയി 5 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിൽ കൊണ്ടുപോയി. ഈ ഉറുമ്പുകൾക്ക് സങ്കടമുണ്ടായിട്ടുണ്ടാവൂലേ? ആലോചിച്ചൊക്കെ. ഒരു കുട്ടിയെ പോലെ പറയാണ് മലബാറിൽ വലിയൊരു പണ്ഡിതൻ. ഇത് നോക്കൂ നിങ്ങൾ, തേനു മുസ്ലിയാർ കരയെ 5-6 ചോണരുമ്പോൾ ചൂണ്ടിട്ട്, ഇത് എന്റെ പൊതിയിൽ ഇവിടെന്നാ കയറിപ്പോയത്. നാളെ റബ്ബുൽ ഇസ്സയുടെ കോടതിയിലെത്തുമ്പോ അല്ല എന്നോട് ചോദിക്കൂലേ, തേനു മുസ്ലിയാരേ കോട്ടക്കലങ്ങാടിയിലെ ഈ ഉറുമ്പുകളെ നീ എന്തിനാ ഇന്ത്യനൂരിലേക്ക് കൊണ്ടുപോയതെന്ന് ചോദിച്ച തേനു എന്തു പറയാനാ? ജീവിയോട് പോലും നീതി പുലർത്തിയ മഹാനായ തേനു മുസ്ലിയാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവ്.